ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ലക്ഷ്മീസ് ഫ്രണ്ട്ലി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാൻ ജനുവരി 4-ാം തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് വേഗം തന്നെ പഠിക്കാൻ തുടങ്ങാം. ആരംഭിച്ചാലോ? ആർ യു റെഡി? ആദ്യത്തെ ചോദ്യം, 2024-25 വർഷത്തിലെ സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് എന്നാണ് ചോദ്യം. 2024-25 വർഷത്തിലെ സ്കൂൾ കലോത്സവ വേദി. ഉത്തരം എന്താണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് ഈ വർഷത്തെ കേരള സ്കൂൾ കലോത്സവം നടക്കുന്നത്. തിരുവനന്തപുരം ജില്ല. ചില പ്രധാന ഫാക്ട്സ് കൂടി നോക്കാം. പ്രധാന വേദി സെൻട്രൽ സ്റ്റേഡിയമാണ്. ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഉരുൾപൊട്ടൽ കാരണം ഒരുപാട് കുട്ടികളെ നഷ്ടപ്പെട്ട വയനാട് വെള്ളാർമല GHSSലെ കുട്ടികളുടെ അതിജീവന നൃത്തശില്പം അവതരിപ്പിക്കുന്നുണ്ട്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ വർഷത്തെ കലോത്സവത്തിലാണ് ആദ്യമായിട്ട് ഗോത്ര നൃത്ത രൂപങ്ങൾ വേദിയിലെത്തുന്നത്. ആദ്യമായി ഗോത്ര നൃത്ത രൂപങ്ങൾ വേദിയിലെത്തുന്ന സ്കൂൾ കലോത്സവമാണ് 2024-25 വർഷത്തിലെ. അടുത്ത ചോദ്യം, PJ ആൻ്റണി സ്മാരക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെ? 2025 100-ാം ശതാബ്ദി ആഘോഷിച്ച മലയാളത്തിലെ പ്രശസ്തനായ നടൻ PJ ആൻ്റണിയുടെ സ്മാരക സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം പച്ചാളമാണ്. എറണാകുളത്തെ പച്ചാളത്തിലാണ് ഈ ഒരു സ്മാരക സമുച്ചയം നിലവിൽ വരുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി MB രാജേഷാണ്. അടുത്ത ചോദ്യം, ഹംഗറിയുടെ നിലവിലെ പ്രധാനമന്ത്രി ആരാണ് എന്നാണ്. ഹംഗറിയുടെ നിലവിലെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ആണ് ഹംഗറിയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം കൊച്ചി സന്ദർശിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലിൻ്റെ പുതിയ മേധാവി. DGCA വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലിൻ്റെ പുതിയ മേധാവി ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഫായിസ് അഹമ്മദ് കിദ്വായി ആണ് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലിൻ്റെ പുതിയ മേധാവി. നിലവിൽ കൃഷി മന്ത്രാലയത്തിൻ്റെ അഡീഷണൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അതിനൊപ്പം തന്നെ മറ്റൊരു അപ്പോയിൻമെൻ്റ് കൂടി നോക്കാം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ മേധാവി ആരാണ് എന്നാണ്. അശുതോഷ് അഗ്നിഹോത്രിയാണ് FCIയുടെ പുതിയ മേധാവി. അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായ് മാപ്ല എന്ന കാർട്ടൂൺ കഥാപാത്ര സൃഷ്ടിയിലൂടെ പ്രസിദ്ധനായ കാർട്ടൂണിസ്റ്റ് ആരാണ് എന്നാണ് ചോദ്യം. 2025 ജനുവരിയിൽ അന്തരിച്ച ഒരു കാർട്ടൂണിസ്റ്റാണ്. അദ്ദേഹം പ്രസിദ്ധനായത് ഉപ്പായ് മാപ്ല എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയിലൂടെയാണ്. ഇത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ജോർജ് കൂമ്പനാടാണ് ഉപ്പായ് മാപ്ല എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. അദ്ദേഹം ഈ ജനുവരിയിൽ അന്തരിച്ചു. അടുത്ത ചോദ്യം, ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ കൂടുതൽ റൺസ് നേടിയ താരം. ലിസ്റ്റ് എ ക്രിക്കറ്റ് മത്സരങ്ങളിൽ പുറത്താകാതെ കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ് എന്നാണ് ചോദ്യം. കരുൺ നായരാണ് ലിസ്റ്റ് എ ക്രിക്കറ്റ് മത്സരങ്ങളിൽ പുറത്താകാതെ കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ആരുടെ റെക്കോർഡാണ് തകർത്തതെന്ന് നമുക്ക് നോക്കാം. 2010 പുറത്താകാതെ 527 റൺസ് നേടിയ ന്യൂസിലൻഡിൻ്റെ ജെയിംസ് ഫ്രാങ്ക്ലിൻ്റെ റെക്കോർഡാണ് കരുൺ നായർ തകർത്തത്. അടുത്ത ചോദ്യം, പ്രഥമ ഖോ ലോകകപ്പ് വേദി എവിടെയാണ് എന്നാണ് ചോദ്യം. ന്യൂഡൽഹിയിലാണ് പ്രഥമ ഖോ ലോകകപ്പ് നടക്കുന്നത്. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സായിയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്നാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഇനി നമുക്ക് ഇന്നലത്തെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു,
M.T. വാസുദേവൻ നായർ ആദ്യമായി എഴുതിയ തിരക്കഥ ഏത് ചലച്ചിത്രത്തിന് വേണ്ടിയാണ്? M.T. വാസുദേവൻ നായർ ആദ്യമായി എഴുതിയ തിരക്കഥ ഏത് ചലച്ചിത്രത്തിന് വേണ്ടിയാണ്? ഉത്തരം മുറപ്പെണ്ണ്. മുറപ്പെണ്ണ് എന്ന ചലച്ചിത്രത്തിനു വേണ്ടിയാണ് M.T. ആദ്യമായിട്ട് തിരക്കഥ എഴുതിയത്. 1965 ഈ സിനിമ പുറത്തിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ തന്നെ കഥയായ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മുറപ്പെണ്ണ്. ഇനി നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ 2024 ബുക്കർ പ്രൈസ് ജേതാവ് അതോടൊപ്പം ഏത് കൃതിയാണ്? 2024 ബുക്കർ പ്രൈസ് ജേതാവും കൃതിയും ഏതാണ് എന്നാണ് ചോദ്യം. എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.